അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന 7ാം ക്ലാസിന്റെ ഫിഖ്ഹുൽ ഇസ്ലാമിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. 100 മാർക്കാണ് ഉണ്ടാവുക. ശരിയുത്തരത്തിന്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. ശരിയാണെങ്കിൽ ശരി ഇട്ടുക. 1. നിസ്കാരം ഖസ്റും ജംഉം പാടില്ല. കച്ചവട യാത്രയിൽ, ഉല്ലാസയാത്രയിൽ, അലക്ഷ്യയാത്രയിൽ. ഏതാണ് ഉത്തരം? അലക്ഷ്യയാത്രയിൽ. അലക്ഷ്യമായി ഒരു ലക്ഷ്യമില്ലാതെ പോകുന്ന യാത്രയില് കസ്റും ജമ്മും പാടില്ല. രണ്ടാമത്തത്, മുബ്തദഇനെ തുടർന്ന് നിസ്കരിക്കൽ ഹറാമ്, കറാഹത്ത്, സുന്നത്ത്. നവീനവാദിയെ തുടർന്ന് നിസ്കരിക്കുന്ന വിധി എന്താണ്? കറാഹത്താണ്. മൂന്നാമത്തെ ചോദ്യം, കൈ പൊള്ളിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ച സ്വഹാബി മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹു. നാലാമത്തെ ചോദ്യം, ഇഖാമത്തിന് ശേഷം എഴുന്നേൽക്കുക. ജമാഅത്തിന്റെ ഷർത്ത്, ജമാഅത്തിന്റെ അദബ്, ജമാഅത്തിന്റെ കറാഹത്ത്. ഇതാണ് ഉത്തരം. ജമാഅത്തിന്റെ അദബാണ് ഇഖാമത്ത് കഴിഞ്ഞതിന് ശേഷം എണീക്കുക എന്നുള്ളത്. അഞ്ചാമത്തത്, നിസ്കാരത്തിൽ ഇമാമും മഅ്മൂമും എതിരാവൽ അഭംഗിയാകുന്ന സുന്നത്ത്. വജ്ജഹത്തു ഇസ്തിറാഹത്തിന്റെ ഇരുത്തം, സഹ്വിന്റെ സുജൂദ്. അതൊരു അഭംഗിയാണ്. ഇമാമ സുജൂദ് ചെയ്യുന്നു, മഅ്മൂം സുജൂദ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ കാഴ്ചയിൽ തന്നെ എതിരാകുന്നത് കൊണ്ട് എന്താണ്? അത് ഒരു അഭംഗിയാണ്. ആറാമത്തത്, ഖബറിന്റെ ആയത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് 4.5 മുഴം, 3.5 മുഴം, 6.5 മുഴം. അതാണ് ഉത്തരം. 4.5 മുഴമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. രണ്ടാമത്തെ ആക്ടിവിറ്റി, ചേരുംപിടി ചേർക്കുക. ഏഴാമത്തത്, സ്ത്രീ മഹ്റമില്ലാതെ യാത്ര ചെയ്യൽ. മഹ്റം എന്ന് പറയുന്നത് വിവാഹബന്ധം ഹറാമുള്ളവര്, അതല്ലെങ്കിൽ ഭർത്താവ്, ഇങ്ങനെ ഇവരില്ലാതെ യാത്രത്തിന് വിധി എന്താണെന്നുള്ളതാണ്. ലെറ്റർ ഡി, ഹറാമാണ്. എട്ടാമത്തത്, ഭർത്താവ് ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കൽ. ലെറ്റർ സി, ജായിസാണ്. 9, മയ്യത്ത് കഫൻ ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിക്കൽ. ലെറ്റർ ഇ, കറാഹത്ത്. പത്താമത്തത്, ജുമുഅയിൽ ഇമാം ജമാഅത്തിന് കരുതൽ. ലെറ്റർ എ. 11, മയ്യത്ത് നിസ്കാരം മസ്ജിദിൽ വെച്ചാവ. ലെറ്റർ ബി, എന്താണ്? സുന്നത്താണ്. തേർഡ് ആക്ടിവിറ്റി, വിട്ട ഭാഗം പൂരിപ്പിക്കുക. 12, മയ്യത്തിന്റെ സമീപം യാസീനും സൂറത്ത് റഅദും ഓതണം. യാസീനും സൂറത്ത് റഅദും ഓതണം. 13, അഅളമല്ലാഹു അജ്റക വഅഹ്സന അസാഅക വഗഫറ ലിമയ്യിതിക. തഅസീത്ത് ചെയ്യുമ്പോഴുള്ള. 14, അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി. മരിക്കലല്ലാതെ ഖൈറല്ലെങ്കിൽ, മരിക്കലല്ലാതെ വേറെ മാർഗമില്ലെങ്കിൽ ഈ ദുആ ചെയ്യണം എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. 15, നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ മസ്ബൂഖ് ഫാത്തിഹ ഓതുകയാണ് വേണ്ടത്. 16, മറമാടുന്ന സമയം മയ്യത്തിന്റെ തലഭാഗം ഖബറിന്റെ കാൽഭാഗത്ത് വെക്കൽ സുന്നത്ത്. 17, മയ്യത്തിന്റെ ശരീരത്തിലെ നഖം, മുടി തുടങ്ങിയ നീക്കൽ കറാഹത്താണ്. ഇനി നാലാമത്തെ ആക്ടിവിറ്റി, ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18ാമത്തെ ചോദ്യം, സ്ത്രീകൾക്ക് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമമായ സ്ഥലം ഏത്? അവരുടെ വീടാണ്. ചോദ്യം 19, ജുമുഅ സാധുവാകാൻ വേണ്ട ആളുകൾ എത്ര? 40. ചോദ്യം 20, നിസ്കാരം ഖസ്റും ജംഉമാക്കൽ അനുവദനീയമാകാൻ കുറഞ്ഞ ദൂരം 132 ആണ്. 132. ചോദ്യം 21, മരണപ്പെട്ടത് മുതൽ 7 നാളുകളിൽ ഭക്ഷണം നൽകൽ സ്വഹാബികൾ ഇഷ്ടപ്പെട്ടിരുന്നു. ഇത് പറഞ്ഞത് ആര് എന്നുള്ള ചോദ്യം. ആരാ പറഞ്ഞത്? ത്വാഊസ് റളിയല്ലാഹു അൻഹു. ചോദ്യം 22, മയ്യത്ത് കരിഞ്ഞത് കൊണ്ടോ മറ്റോ കുളിപ്പിക്കാൻ പ്രയാസമായാൽ എന്തു ചെയ്യണം? തയമ്മം ചെയ്തു കൊടുക്കണം. ചോദ്യം 23, 5 വഖത്ത് നിസ്കാരം പുരുഷന്മാർ ജമാഅത്തായി നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്? ഫർള് കിഫായ. വിധി ഫർള് കിഫായ. അഞ്ചാമത്തെ ആക്ടിവിറ്റി, ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. ചോദ്യം 24, രോഗിയുടെ അടുത്ത് വെച്ച് 7 തവണ ചൊല്ലൽ സുന്നത്തുള്ള ദുആ ഏത്? അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക. ചോദ്യം 25, ഭൂമിയെ അല്ലാഹു തആല വിലക്കിയിട്ടുണ്ട് എന്തിൽ നിന്ന്? നബിമാരുടെ ശരീരം ഭക്ഷിക്കുന്നതിൽ നിന്ന്. 26ാമത്തെ ചോദ്യം,
ജുമുഅയിൽ രണ്ടാം റക്അത്തിൽ റുക്കൂഇന് ശേഷം ഇമാമിനെ തുടർന്നവൻ എന്തു ചെയ്യണം? ജുമുഅയുടെ നിയ്യത്ത് ചെയ്ത് തുടരുകയും ശേഷം ളുഹുറായി പൂർത്തീകരിക്കുകയും വേണം. ചോദ്യം 27. മയ്യത്ത് മറമാടി കഴിഞ്ഞ ശേഷം വന്നവർ എങ്ങനെ മയ്യത്ത് നിസ്കരിക്കണം? ഖബറിനടുത്ത് വെച്ചാണ് നിസ്കരിക്കേണ്ടത്. ചോദ്യം 28. പിന്തിച്ച് ജംആക്കുന്നതിന് 2 ഷർത്തുകളുണ്ട്. ഏതെല്ലാം? ഒന്നാമത്തെ നിസ്കാരത്തിന്റെ സമയത്ത് ജംഇനെ നിയ്യത്ത് ചെയ്യുക. രണ്ടാമത്തെ നിസ്കാരം അവസാനിക്കുന്നവരെ യാത്രയിലാവുക. ഇതാണ് 2 ചോദ്യം 29. വെള്ളിയാഴ്ചയിൽ പ്രധാന സുന്നത്തുകളിൽ നിന്ന് 2 ഇത്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. 2. ജുമുഅക്ക് പോകാനെടുത്ത സമയത്ത് കുളിക്കുക. ഇനി 30ാമത്തെ ചോദ്യം നോക്കൂ. മരണ വീട്ടുകാർ തഅസിയത്ത് ചെയ്യുന്നവരോട് എന്താണ് പറയേണ്ടത്? ജസാക്കല്ലാഹു ഖൈറൻ വതഖബ്ബലല്ലാഹു മിൻക. ജസാക്കല്ലാഹു ഖൈറൻ വതഖബ്ബലല്ലാഹു മിൻക. ചോദ്യം 31. ഇമാമിന് മുന്നേ അശ്രദ്ധമായി മഅ്മൂം ഒരു ഫർള് ചെയ്താൽ മഅ്മൂം എന്ത് ചെയ്യണം? അവൻ ഇമാമിനോടൊപ്പം ചേരണം. 6th ആക്ടിവിറ്റി. 2ൽ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് കുറിപ്പെഴുതുക. 5 വരിയിൽ കുറിയരുത്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒന്ന് എഴുതാൻ. 32ാമത്തത് നിസ്കാരം ഖസ്റാക്കൽ അല്ലെങ്കിൽ ജമാഅത്ത് സ്വഹീഹാവാനുള്ള ഷർത്തുകൾ. ഇവിടെ നിസ്കാരം ഖസ്റാക്കൽ എന്നതിനെ കുറിച്ചാണ് എഴുതുന്നത്. 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ 2 റക്അത്താക്കി നിസ്കരിക്കുക. ഖസ്റാക്കി നിസ്കരിക്കുന്നതിന് 4 ഷർത്തുകളുണ്ട്. 1. ഖസ്റാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. 2ാമത്തത് പൂർത്തിയാക്കി നിസ്കരിക്കുന്നവരോട് തുടരാതിരിക്കുക. 3ാമത്തത് ഈ നിസ്കാരം പൂർത്തിയാക്കണമെന്ന് ഇടയ്ക്ക് ഉദ്ദേശിക്കുകയോ അങ്ങനെ വേണമോ എന്ന് ശങ്കിക്കുകയോ ചെയ്യാതിരിക്കുക. 4ാമത്തത് നിസ്കാരം തീരുന്നത് വരെ യാത്ര മുറിയാതിരിക്കുക. ഇങ്ങനെ 4 ഷർത്താണുള്ളത്. 33ാമത്തെ ചോദ്യം. 33ാമത്തത് രോഗസന്ദർശനത്തിന്റെ മഹത്വം. അതല്ലെങ്കിൽ മയ്യിത്ത് നിസ്കാരം. ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് എഴുതാം. രോഗി എവിടെ? രോഗസന്ദർശനത്തെ കുറിച്ചാണ്. രോഗസന്ദർശന മഹത്വമാണ് പറയുന്നത്. രോഗിയെ സന്ദർശിക്കൽ സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. അത് പരലോകത്തെ ഓർമ്മിപ്പിക്കും. സ്നേഹബന്ധം ഊഷ്മളമാക്കും. ഹൃദയത്തെ ലോലമാക്കും. ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമിനോടുള്ള 6 കടമകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗസന്ദർശനത്തെ എണ്ണിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, രോഗിയെ സന്ദർശിക്കുന്നവർ അവിടെ നിന്ന് മടങ്ങുന്നതുവരെ സ്വർഗത്തിലാണ്. അത് രാവിലെയാണെങ്കിൽ വൈകുന്നേരം വരെയും വൈകുന്നേരമാണെങ്കിൽ രാവിലെ വരെയും 70,000 മലക്കുകൾ അവന്റെ പാപമോചനത്തിന് തേടും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.